ഹമാസ് കമാൻഡർ ഫത്തേഹ് ഷെരീഫ് അബു അൽ അമീൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ടൈറിലെ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലുള്ള വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഫത്തേഹ് ഷെരീഫ് അബു അൽ അമീൻ കൊല്ലപ്പെട്ടത്. ലബനനിലെ ഹമാസിന്റെ നേതാവും വിദേശത്ത് സംഘടനയുടെ നേതൃനിരയിലെ അംഗവുമായ ഫത്തേഹ് ഷെരീഫ് അബു അൽ അമീൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് പ്രസ്താവനയിൽ സ്ഥിരീകരിക്കുകയായിരുന്നു. ഷെരീഫിന്റെ ഭാര്യയും മകളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തെക്കൻ ലബനനിലെ അൽബാസ് അഭയാർത്ഥി ക്യാമ്പിലെ വീട് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. ലബനനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന 40,000 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകുന്ന പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയുടെ അധ്യാപക സംഘടനയുടെ തലവനായിരുന്നു ഷെരീഫെന്നാണ് പലസ്തീൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ. ഹമാസ് ഭീകര സംഘടനയുടെ ലബനൻ ശാഖയുടെ തലവൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഷെരീഫാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസിയും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ലബനനിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഹിസ്ബുള്ളയുമായി ഏകോപിപ്പിക്കുന്നതിനും ഹമാസിന്റെ ലബനനിലെ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിലും ആയുധങ്ങൾ വാങ്ങുന്നതിലും ഹമാസിന്റെ ഫോഴ്സ് ബിൽഡപ്പ് ശ്രമങ്ങൾക്കും ഉത്തരവാദിയായിരുന്നു ഷെരീഫ്. 2006 ശേഷം ആദ്യമായാണ് ലബനന്റെ തലസ്ഥാന നഗരത്തിന്റെ മധ്യഭാഗത്ത് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ സെൻട്രൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സൈനിക സുരക്ഷാ മേധാവി മുഹമ്മദ് അബ്ദുൽ ആൽ, സൈനിക കമാൻഡർ ഇമാദ് ഒഡെ, അബ്ദുൾ റഹ്മാൻ അബ്ദുൽ ആൽ എന്നിവർ കൊല്ലപ്പെട്ടതായും PFLP അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.